Hi, we already discussed about light reaction of photosynthesis, and here we can study detail about it. Light reaction, it is also known as light dependent reaction. The photosynthesis begins with the light reaction which is carried out only during the day in the presence of sunlight. That take place in the thylakoid membranes of chloroplast, and there are four major protein complexes in the thylakoid membrane, that are photosystem 1 and 2, cytochrome B6F complex and ATP synthase. These four complexes work together to create the products of light reaction, that are ATP and NADPH. Here you can see the structure of photosystem. Photosystem are large complex of protein and pigments within the thylakoid membrane that harvest light and convert it to chemical energy. അതായത് ഈ ഫോട്ടോസിസ്റ്റം എന്ന് പറയുന്നത് പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ഇതിലാണ് നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉള്ളത്. തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് കാണുന്നത്. There are two types of photosystem. Photosystem 1 that is PS 700, that is its wavelength, and photosystem 2 PS P 680. ഇവിടെ ഫോട്ടോസിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ്, ആൻഡ് ദ ബ്ലൂ റീജിയൻ is the reaction center, and here here is the electron acceptor, and this is thylakoid membrane portion. The outer space is stroma. Then what is light reaction? We already studied about this. Light reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് സൺലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് NADPHും ATP കൂടെ ഓക്സിജനും ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഇതാണ് ഒരു തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിലൊരു തൈലക്കോയിഡാണ്. ഇതിൻ്റെ അകത്ത് തൈലക്കോയിഡ് ലൂമൻ എന്ന് പറയും, പുറത്താണ് സ്ട്രോമ. ഈ കാണുന്ന പോർഷനാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ 4 പ്രോട്ടീൻ കോംപ്ലക്സസ് കാണുന്നത്. അപ്പോൾ എന്താ ഇതിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഫസ്റ്റ് കാണുന്നത് ഫോട്ടോസിസ്റ്റം സെക്കൻഡ്. ഫോട്ടോസിസ്റ്റം സെക്കൻഡ് എന്ന പേര് വന്നത് അത് രണ്ടാമത് കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ഫോട്ടോസിസ്റ്റം സെക്കൻഡാണ് ആദ്യത്തെ പാർട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോട്ടോസിസ്റ്റം സെക്കൻഡിൽ ലൈറ്റ്, ഇവിടുത്തെ ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ലൈറ്റിനെ സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവുന്നു? ഓക്സിജൻ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അതായത് ഹൈഡ്രജൻ ഉണ്ടാവുന്നു. ഈ ഹൈഡ്രജൻ തൈലക്കോയിഡ് ലൂമിനിലോട്ട് പോകുന്നു. ഓക്സിജൻ നമുക്ക് റെസ്പിറേഷന് കിട്ടുന്ന ഓക്സിജൻ ഇങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നത്. ഇത് ലീഫിന് പുറത്തോട്ട് പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ ഈ ഇലക്ട്രോൺ PS സെക്കൻഡിൽ നിന്നും ഇവിടെ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. അതും പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം B6F ആൻഡ് പ്ലാസ്റ്റോസയനിൻ. ഈ 3 ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ കടന്നുപോയി പിന്നീട് PS ഫസ്റ്റിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും
ഫെറഡോക്സിനിലൂടെ പാസ് ചെയ്ത് NADP+ റിഡക്റ്റേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സിൽ എത്തുന്നു. അവിടെ വെച്ച് NADP+നെ ഇവിടെ ഓൾറെഡി ഉള്ള H+ ലൂമനിലുണ്ട്. ഈ ഇലക്ട്രോണിൻ്റെയും കൂടി ഹെൽപ്പോടുകൂടി NADPH ഉണ്ടാവുന്നു. ഓക്കെ, NADPH ആണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഈ ലൈറ്റ് റിയാക്ഷൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NADPH ആണ്. ദെൻ ഈ തൈലക്കോഡ് ലൂമനിൽ ഓൾറെഡി നമ്മുടെ ഈ പ്രോസസ്സ് വഴിയും അല്ലാതെയും കുറേ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ കൂടിയതിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞതിലോട്ട് പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ ഹൈഡ്രജൻ പ്രോട്ടോൺസിന്. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിൽ ഹൈഡ്രജനെ പുറത്ത് സ്ട്രോമയിലോട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്ന ATP സിന്തേസ്. ഒരു ചാനലായി പ്രവർത്തിക്കും. ഈ ഹൈഡ്രജനെ പുറത്തോട്ട് സ്ട്രോമയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ചാനലായി പ്രവർത്തിക്കുന്നതാണ് ഈ ATP സിന്തേസ്. അതിൻ്റെ കൂടെ ആ ഹൈഡ്രജൻ പുറത്തു പോകുന്ന ആ ഒരു എനർജി, കാര്യം ഈ പ്രോട്ടോണിൻ്റെ ഈ പമ്പിങ് വഴിയും കൂടിയാണ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ADPനെ കൂടെ ഒരു റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഫോസ്ഫേറ്റും കൂടി ഇവിടെയുണ്ട്. ആ ADPനെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടി ചേർന്ന് ഈ ഹൈഡ്രജൻ പുറത്തു പോകുന്ന ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ATP ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് എന്താണ് ലൈറ്റ് റിയാക്ഷനിൽ നിന്ന് ഒരു ATPയും NADPHും ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പറയുന്ന ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്ട്സ് NADPHും ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, then oxygen released from light reaction, we already said Earth only constant supply of oxygen. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. all living organs depend on this oxygen. That is for cellular respiration. The chemical equation in the light reaction of photosynthesis can be reduced to 2H2O plus 2 NADP plus 3 ADP plus 3 phosphate gives oxygen plus 2 NADPH plus 3 ATP. അത് വാട്ടർ മോളിക്യൂളും NADPയും ADPയും കൂടെ 3 ഫോസ്ഫേറ്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സിജനും നമുക്ക് NADPHും ATP കിട്ടുന്നു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ATP NADPH ഇതൊക്കെ എനർജി ആണ്, പക്ഷെ ഇത് അൺസ്റ്റേബിൾ ഫോമാണ്. അതുകൊണ്ടാണ് ഡാർക്ക് റിയാക്ഷൻ്റെ സമയത്ത്, അതായത് ഈ ഗ്രാനയിൽ നടക്കുന്ന അല്ലെങ്കിൽ തൈലക്കോടിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാവുന്ന ATP NADPHും എന്താണ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്ലാന്റ്സിന് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഡാർക്ക് റിയാക്ഷനിലെ കാൽവിൻ സൈക്കിളിൽ പോയി ഫിക്സ് ചെയ്ത് കാർബൺ ഫിക്സേഷൻ നടന്ന് അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഫോമിലേക്ക് മാറ്റുന്നത് അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണും എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട്, അൺസ്റ്റേബിൾ ഫോമിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇലക്ട്രോണും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഇലക്ട്രോണിൻ്റെ ആ ട്രാൻസ്പോർട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഞാൻ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ PS സെക്കൻഡിൽ ആദ്യം ഹൈഡ്രജൻ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ആ ഇലക്ട്രോണാണ് NADPH ഉണ്ടാവാൻ, ആ NADP റിഡക്റ്റേഴ്സ് വരെ എത്തുന്ന ആ ഒരു ചെയിൻ ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലൈറ്റ് റിയാക്ഷൻ്റെ ഒരു പാർട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇലക്ട്രോൺ അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
Then photophosphorylation, it is nothing but it is the process of utilizing light energy from photosynthesis to convert ADP to ATP. The word means photo means light, phosphor related to phosphate. Okay, അതായത് ഇത് ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻ്റെ ഒരു പാർട്ടാണ്. അതായത് ADPനെ ATP ആയി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർ പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് ലൈറ്റ് എനർജി. അതുകൊണ്ടാണ് എന്താണ് ഈ പേര് വന്നത് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പിന്നെ ADPയെ ATP ആക്കുന്ന പ്രോസസ്സ്. And it is of two types, cyclic photophosphorylation and non-cyclic photophosphorylation. The non-cyclic photophosphorylation is the actual light reaction. We already said the first part of light reaction. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻ തന്നെയാണ് ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ട്രാവൽ ഇൻ എ ലൈൻ ഫ്രം വാട്ടർ ത്രൂ PS second and PS first to form NADPH. This process is നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം സെക്കൻഡിൽ നിന്നും ഫോട്ടോസിസ്റ്റം ഫസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നോൺ സൈക്ലിക് എന്ന് പറയാൻ കാരണം ഇലക്ട്രോൺസ് തിരിച്ച് ട്രാവൽ ചെയ്യുന്നില്ല, ആ ഒരൊറ്റ ചെയിനിൽ പോയി NADPH ഫോം ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെറ്റ് സ്കീം ഡയഗ്രാം. ഇത് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ഫോട്ടോസിസ്റ്റം സെക്കൻഡ് ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഫോട്ടോസിസ്റ്റം ഫസ്റ്റിലെത്തി, അവിടുന്ന് ഇലക്ട്രോൺസ് NADPHയിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കൊണ്ടാണ് അതിന് സെറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്, സെറ്റ് സ്കീം ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ എന്താണ് PS സെക്കൻഡും ഉണ്ട്, PS 1 ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒറ്റ പ്രോസസ്സാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. Then what is cyclic photophosphorylation? In cyclic electron flow, electrons are repeatedly cycled through PS1. ഓക്കെ, ഇത് സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോൺസ് എന്താണ് സൈക്ലിക് വേയിൽ ട്രാവൽ ചെയ്യുന്നു. എവിടെ നിന്ന്? PS1 നിന്ന് PS2ലേക്ക് പോകുന്നില്ല, PS1 നിന്ന് തന്നെ സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മറ്റേതിൽ PS1ഉം PS2ഉം ഇൻവോൾവിങ്, സൈക്ലിക്കിൽ PS1 മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PS1 നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇലക്ട്രോൺ PS1 എക്സൈറ്റഡ് ആയിട്ട് PS1 നിന്ന് നേരെ ഫെറഡോക്സിനിൽ പോകുന്നു. അവിടെ നിന്ന് ഈ NADP പ്ലസ് റിഡക്റ്റേഴ്സിലേക്കാണ് സാധാരണയായി പോവേണ്ടത്, നോർമൽ രീതിയിൽ പോവേണ്ടത്. പക്ഷെ അവിടെ പോവാതെ ഈ ഇലക്ട്രോൺ നേരെ തിരിച്ചെന്ത് ചെയ്യുന്നു, ഈ സൈറ്റോക്രോം P67ലേക്ക് തിരിച്ചുപോയി അവിടെ നിന്ന് സൈറ്റോക്രോം F6 തിരിച്ചെത്തി. അവിടെ എന്തായി, സൈറ്റോക്രോം ഈ ഇലക്ട്രോൺസ് എത്തിയപ്പം കുറച്ചുകൂടി എനർജറ്റിക്കായി പുറത്തുള്ള സ്ട്രോമയിലുള്ള H+ കൂടി ലൂമനിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമൽ രീതിയിൽ ഈ തൈലക്കോയിഡ് ലൂമനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു H+ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ തിരിച്ച് സ്ട്രോമയിലേക്കാണ് H+ പോകാനുള്ള ടെൻഡൻസി കൂടുതൽ. പക്ഷേ ഈ ഒരു ഇലക്ട്രോൺ തിരിച്ച് വന്ന് വീണ്ടും സൈറ്റോക്രോം എക്സൈറ്റഡ് ആയി എനർജറ്റിക് ആയത് കാരണം പുറത്തുള്ള H+ കൂടി ലൂമനിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അബ്സോർബ് ചെയ്ത് എന്താവുന്നു, H+ കോൺസെൻട്രേഷൻ ഉള്ളതിലും അധികം വീണ്ടും കൂടുന്നു. തൈലക്കോയിഡ് ലൂമനിൽ H+ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് സംഭവിക്കുന്നു, അതിൻ്റെ ആ ഒരു പ്രഷർ
വേരിയേഷൻ കൂടുതലായിട്ടുണ്ടാവും. പൊട്ടൻഷ്യൽ കൂടി ആ H+ന് കൂടുതലായിട്ടും പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു ATP സിന്തേസ് വഴിയാണ്, ATP സിന്തേസ് ആണ് ചാനലായി പ്രവർത്തിക്കുന്നത്. ATP സിന്തേസ് വഴി കൂടുതൽ H+ അയൺ പുറത്തോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ആ എനർജി യൂസ് ചെയ്തുകൊണ്ട് ADP ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ആവുന്നു. ആ ഒരു എനർജിയിൽ ATP കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ATP കൂടുതൽ എനർജി വേണ്ട സാഹചര്യത്തിൽ ATP കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ടൈമിലാണ് ഇങ്ങനെ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. അപ്പോഴേ H+ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. ഉള്ളതിലും കൂടുതലായിട്ട് H+ വരും. അത് വീണ്ടും പുറത്തേക്ക് പോകുമ്പോൾ ATP കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. PS1 മാത്രമേ ഇൻവോൾവ് ഇൻ ദിസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ.